ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വർക്കോ എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് എന്നാണ്. അതിനായിട്ട് ആദ്യം ഫയൽ എടുത്ത് ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് വർക്കോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്കൊരു ഇമേജ് ഓപ്പൺ ആക്കി നോക്കാം. ഒരു ഇമേജ് എടുക്കുന്നു, സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് തന്നെ ഇമേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത പ്രൊജക്റ്റിലേക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് കൊണ്ടുവരുന്നത് എന്നാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് വർക്കിന് പുതിയൊരു ലെയർ ആയിട്ടാണ് ഇമേജ് വരുന്നത്. അതിനായിട്ട് ഫയൽ എടുത്ത് ഫയലിൽ പ്ലേസ് എംബെഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഇമേജ് പ്ലേസ് ആക്കാൻ പറ്റുന്നതാണ്. ആ ഇമേജ് പ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെറുതാക്കാനോ വലുതാക്കാനോ പറ്റും. അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ മതി. ഇതിപ്പോൾ പുതിയ ലെയർ ആയിട്ടാണ് ഇമേജ് ആഡ് ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡ് ലെയറിൻ്റെ ഓപ്ഷനിൽ ഒരു പുതിയ ലെയർ ആയിട്ട് തന്നെ ആ ഇമേജ് ആഡ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതലോ ഇമേജുകൾ ആഡ് ആക്കാൻ പറ്റുന്നതാണ്. ഇനിയുള്ളത് ഫയൽ മാനേജറിൽ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഫയൽ മാനേജർ എടുത്ത് ഒരു ഇമേജ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു. അത് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇതിപ്പോൾ ഫോട്ടോഷോപ്പിലെ ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ വർക്കിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ സ്കെയിൽ ചെയ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ടിക്ക് കൊടുക്കുന്നു. ഇതുപോലെ ഒന്നിൽ കൂടുതലോ ഇമേജ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇനിയുള്ളത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസ് എന്താണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസ്. അതിൽ ആദ്യമുള്ളത് മെനു ബാറാണ്. മെനു ബാറിനകത്ത് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫയലിൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനും ഇമേജ് ഓപ്പൺ ചെയ്യാനും പിന്നെ ഇമേജ് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതിലും അതേപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നീടുള്ളത് ടൂൾസ് ആണ്. ടൂൾസ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. ഓരോ ടൂൾസ് ആണ്. ഈ ടൂൾസ് എടുക്കുന്ന സമയത്ത് മെനു ബാറിൻ്റെ താഴെയായിട്ട് ഓരോ ടൂൾ എടുക്കുമ്പോഴും മാറുന്നതായിട്ട് കാണാം. അത് ഈ ടൂൾസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് മാറുന്നത്. ഏത് ടൂളാണ് എടുക്കുന്നത് ആ ടൂൾസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് മെനു ബാറിൻ്റെ താഴെയായിട്ട് കാണുന്നുള്ളത്. ഇപ്പോൾ മൂവ് ടൂൾ എടുക്കുകയാണെങ്കിൽ മൂവ് ടൂളിൻ്റെ, അതേപോലെ മറ്റേത് ടൂൾ എടുക്കുമ്പോഴേക്കും ആ ഒരു ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും അതിൻ്റെ താഴെയായിട്ട് വരുന്നുള്ളത്. നിങ്ങൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഫോട്ടോഷോപ്പ് ആദ്യം ഓപ്പൺ ചെയ്ത് നിങ്ങൾ പ്രൊജക്റ്റ് വർക്കിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയല്ല ഇൻ്റർഫേസ് കാണുന്നതെങ്കിൽ മെനു ബാറിൽ വിൻഡോ എടുത്ത് വർക്ക് സ്പേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ റീസെറ്റ് എസെൻഷ്യൽ കൊടുക്കുമ്പോൾ വരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും മെനു ബാറോ അല്ലെങ്കിൽ ടൂൾസ് എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റീസെറ്റ് അടിച്ചാൽ ശരിയാവുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു പാനൽ മിസ്സിംഗ് ആണെങ്കിൽ അതേപോലെ വിൻഡോയിൽ പോയി ലെയേഴ്സ് ആണ് ഇല്ലാത്തതെങ്കിൽ ലെയേഴ്സ് അടിക്കുമ്പോൾ വരുന്നതായിരിക്കും. ഏത് പാനലാണോ ഇല്ലാത്തത് ആ പാനൽ നിങ്ങൾക്ക് വിൻഡോന്ന് എടുക്കാവുന്നതാണ്. ഇനി അതേപോലെ ഈ പാനൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും, ചെറുതാക്കാൻ അതേപോലെ വലുതാക്കാനും. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈബ്രറീസ്, കളർ, കുറേ പാനൽസ് ഇവിടെ ഉണ്ട്. ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇനി ഏതെങ്കിലും പാനൽ ഇപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഏതാണ് ആവശ്യമില്ലാത്തത്, ഇപ്പോൾ ലെയർ ആണെങ്കിൽ ലെയേഴ്സ് എടുത്ത് അതിൻ്റെ റൈറ്റ് സൈഡ് അടിക്കുക. ലെയേഴ്സിൻ്റെ സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ ക്ലോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ആക്കുമ്പോൾ അത് പോകുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലും പാനൽ ഉണ്ടെങ്കിൽ, ആ ഒരു പ്രൊജക്റ്റിന് ആവശ്യമില്ലാത്ത ഏതെങ്കിലും പാനൽ ഉണ്ടെങ്കിൽ ക്ലോസ് ആക്കാൻ പറ്റുന്നതാണ്.